ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ക്വിക്ക് ആൻഡ് ഈസി ഗാർലിക് സോസാണ്. നമ്മൾ നാട്ടിലൊക്കെ മന്തി അല്ലെങ്കിൽ അൽഫഹാമിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ടൈപ്പ് ഗാർലിക് സോസാണ്. ഞാൻ നേരത്തെ തൂമിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു, അറബിക് സ്റ്റൈൽ തൂം. ആ സോസ് കുറേ കൂടി മേനേസ് പോലെയാണ്, കുറച്ചും കൂടി കട്ടി ഉണ്ടാവും. അതാണ് കുറേ കൂടി പോപ്പുലർ സോസ്. പക്ഷേ ഈ സോസ് നമ്മുടെ മന്തി അൽഫഹാമിൻ്റെ കൂടെ വളരെ പോപ്പുലറാണ്. അതും ഇതുണ്ടാക്കാനാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ നമുക്ക് നോക്കാം, വളരെ സിമ്പിളാണ്. ഒരു പുഴുങ്ങിയ പൊട്ടാറ്റോ വേണം. പൊട്ടാറ്റോ പുഴുങ്ങി മാഷ് ചെയ്യാൻ പറ്റിയ വിധത്തിലായിരിക്കണം. ഇത് നമ്മൾ ബ്ലെൻഡർ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 2-3 വലിയ അല്ലി വെളുത്തുള്ളിയുടെ അളവ് കൂടെ ഉണ്ടാകും, കാരണം അതിന് ഒരു പൊള്ളലുണ്ടാവും. അതിനുശേഷം നമുക്ക് 1/4 കപ്പ് പാലൊഴിക്കാം. എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ല സ്മൂത്തായി കിട്ടണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം തുറന്നിട്ട് നമുക്ക് ഒരു എഗ് വൈറ്റ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പേസ്ചറൈസ്ഡ് എഗ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, റോ എഗ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ എഗ്ഗ് യൂസ് ചെയ്യുന്നത് ഓപ്ഷണലാണ്, കുറച്ചും കൂടി നല്ല കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. താല്പര്യം ഇല്ലെങ്കിൽ എഗ്ഗ് ഒഴിവാക്കിക്കോളൂ. ഒന്നും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ആ കൺസിസ്റ്റൻസി ഒന്ന് മാറി തുടങ്ങിയെന്ന് കാണുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് ഒഴിക്കുന്നത്. ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിലാണ് എനിക്ക് തോന്നുന്നത്. ഒലിവ് ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ആയിരിക്കും. നമുക്ക് ഏറ്റവും അവസാനം കുറച്ച് ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ആഡ് ചെയ്യാം. ഇപ്പോൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നല്ല സ്മൂത്ത് ഇങ്ങനെ ലൂസായിട്ടുള്ള ഇങ്ങനെ ഒഴിച്ചെടുക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഡിപ്പ് അല്ലെങ്കിൽ സോസ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിക്കണം. അതൊരു 1 ടീസ്പൂൺ മതിയാവും. പിന്നെ ഉപ്പ് പാകത്തിന്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ സോസ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയാണ്. ഇതിൽ തെറ്റ് പറ്റൂല. ഏറ്റവും അവസാനം 1-2 ടീസ്പൂൺ ഓലിവ് ഓയിൽ ഒഴിക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അതും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ഗ്രിൽ ചിക്കൻ, അൽഫഹാം അല്ലെങ്കിൽ മന്തി റൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യുന്ന ടൈപ്പ് സോസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രാവശ്യം നിങ്ങൾ അങ്ങനത്തെ ഫുഡ്സ് ഉണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്താൽ മറക്കാണ്ട് വിവരം അറിയിക്കണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.